വെൽക്കം ഓൾ. റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾക്കൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണോ? എങ്കിൽ അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. റിപ്പോർട്ടഡ് സ്പീച്ച്, മാസ്റ്റർ റിപ്പോർട്ടഡ് സ്പീച്ച് ഇൻ ജസ്റ്റ് 10 minutes. അപ്പോൾ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? ഇറ്റ് ഈസ് റിപ്പോർട്ടിംഗ് ദ മീനിങ് ഓഫ് സംബഡീസ് ഡയലോഗ്. ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ദ മീനിങ്, അതിലുള്ള അർത്ഥമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, സെയിം വേർഡ്സ് അല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മാറ്റം വരുത്തണം. അയാൾ പറഞ്ഞ കാര്യത്തെ നമ്മൾ ചെറിയ ചേഞ്ചസുമായിട്ടാണ് ഗ്രാമറിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുന്നത്. അതിന് നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്താണ് ഫോർമുല? ഡയറക്റ്റ് സ്പീച്ച് ഇസ് ഈക്വൽ ടു സബ്ജക്റ്റ് പ്ലസ് സെഡ് പ്ലസ് ദാറ്റ് പ്ലസ് ചേഞ്ച്ഡ് ടെൻസ്, ചേഞ്ച്ഡ് പ്രൊനൗൺ, ചേഞ്ച്ഡ് ടൈം, പ്ലേസ്, വേർഡ്. എന്താണ് ഫോർമുല? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആ മാറ്റങ്ങളുടെ ഫോർമുലയാണ് സബ്ജക്റ്റ് പ്ലസ് സെഡ് പ്ലസ് ദാറ്റ് പ്ലസ് ചേഞ്ച്ഡ് ടെൻസ് പ്ലസ് ചേഞ്ച്ഡ് പ്രൊനൗൺ പ്ലസ് ചേഞ്ച്ഡ് വേർഡ് ഓഫ് ടൈം ആൻഡ് പ്ലേസ്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞു, നമ്മൾ എക്സാക്ട് വേർഡ്സ് അല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് റിമൂവ് കൊട്ടേഷൻ മാർക്സ്. റൈറ്റിംഗ് ഗ്രാമറാണ്, നമ്മൾ എഴുതുകയാണ്. അതുകൊണ്ട് നമ്മൾ കൊട്ടേഷൻ മാർക്ക് റിമൂവ് ചെയ്യണം. ഇൻ ഡയറക്റ്റ് സ്പീച്ച് വി യൂസ് കൊട്ടേഷൻ മാർക്ക്. വി ആർ കോട്ടിങ് അല്ലെ, ഇവിടെ നമ്മൾ കോട്ട് ചെയ്യുകയല്ല, റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് കൊട്ടേഷൻ മാർക്കിൻ്റെ ആവശ്യമില്ല. റിയ സെഡ് കൊട്ടേഷൻ മാർക്ക് ഐ ആം ഹാപ്പി. അത് റിപ്പോർട്ടഡിലേക്ക് മാറുന്ന സമയത്ത് റിയ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. Removing quotation mark is the simple first step to write a reported speech or change a direct speech to indirect speech. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് adding that. To connect the reporting verb and the reporting phrase or clause or the reporting part, we have to add that. So removing quotation mark, then adding that. In spoken English, you can leave out that. Okay. So he said I like football. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഓരോ സ്റ്റെപ്പ് പറയുമ്പോഴും മുന്നേയുള്ള സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് കൊട്ടേഷൻ മാർക്കായിരുന്നു, ദെൻ ആഡിങ് ദാറ്റ്. സോ ഐ ലൈക്ക് ഫുട്ബോൾ കൊട്ടേഷൻ മാർക്കിലാണ്, റിമൂവ്ഡ് കൊട്ടേഷൻ മാർക്ക്, ദെൻ ആഡഡ് ദാറ്റ്. ഹി സെഡ് ദാറ്റ് ഹി ലൈക്ഡ് ഫുട്ബോൾ. ഓക്കെ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ റിപ്പോർട്ടിംഗ് എ സ്പീച്ച് ഓർ ചേഞ്ചിങ് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്താണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്? ഇറ്റ് ഈസ് ടെൻസ് ചേഞ്ച്. അതിൻ്റെ മറ്റൊരു പേരാണ് ബാക്ക് ഷിഫ്റ്റ് റൂൾ. ആ ടൈറ്റിലിൽ തന്നെയുണ്ട്, വി ആർ ബാക്ക് ഷിഫ്റ്റിംഗ് ടു എ പാസ്റ്റ്. ഒരൊറ്റ സ്റ്റെപ്പ് ബാക്ക്വേർഡിലേക്ക് നമ്മൾ പോകുന്നു. ടെൻസിൽ ഒരൊറ്റ സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകുന്നു. കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് പ്രസൻ്റ് ആണ്, പ്രസൻറ്റ് ടെൻസ് ആണ്, ഞാൻ ഇപ്പോൾ പറയുകയാണ്. ലേറ്റർ ഓൺ നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഞാൻ പറയുക എന്നത് ഓൾറെഡി പാസ്റ്റായി. സോ നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റിലേക്ക് പോവണം. ഒരൊറ്റ സ്റ്റെപ്പ് ടെൻസ് ബാക്ക് ഷിഫ്റ്റ്. സോ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ടെൻസസിൽ പ്രസൻറ്റ് ടെൻസ് എന്തായി മാറും? ഐ പ്ലേ എന്നത് പാസ്റ്റ് സിമ്പിൾ ഓർ സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവും. ഐ പ്ലേ എന്നത് ഹീ പ്ലേഡ് ആവും. അങ്ങനെയെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. ഐ ആം പ്ലേയിങ് എന്നത് ഹി വാസ് പ്ലേയിങ് എന്നാവും. എങ്കിൽ പാസ്റ്റ് സിമ്പിൾ എങ്ങനെയായി മാറും? ഓൾറെഡി പാസ്റ്റിലാണ്, അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം, ബാക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഐ വെൻഡ് എന്നത് ഹി ഹാഡ് ഗോൺ. ഈ ചേഞ്ച് എല്ലാം വരുന്നത് റിപ്പോർട്ടിംഗ് പാർട്ടിലാണ്, റിപ്പോർട്ട് ചെയ്യുന്ന ഡയലോഗിലാണ് അത് വരുന്നത്, നോട്ട് ഇൻ ദ റിപ്പോർട്ടിംഗ് വേർബ്. റിപ്പോർട്ടഡ് ക്ലോസിലാണ്, റിപ്പോർട്ടിംഗ് ക്ലോസിലാണ് ഈ ബാക്ക് ഷിഫ്റ്റ് റൂളും എല്ലാ റൂളും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഐ ഹാവ് ഈറ്റൺ എന്നത് ഹി ഹാഡ് ഈറ്റൺ എന്നാവും. ഹാവ് ഹാസ് എന്തായി മാറും?
had ആയിട്ട് മാറും. And V3 form. I will come എന്നത് he would come ആവും. Will, shall, can, would, should, could എന്നായി മാറും. So we are back shifting the tense. That is the most important third step when you change a direct speech to indirect speech. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് you are changing the pronoun. Pronoun changes according to the subject or object. എന്താണ് ആ മാറ്റം? I എന്നത് റിപ്പോർട്ടിംഗ് പാർട്ടിലുള്ള I എന്നത് he she ആവും. V എന്നത് they ആവും. U എന്നത് IV they ആവും. ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. My എന്നത് his or her ആവും. അവർ എന്നത് their ആവും. ഫോർ എക്സാമ്പിൾ, രാഹുൽ സെഡ് I will help you. സി, നമ്മൾ ഓരോ റൂളും നോക്കിയിട്ട് വരാം. നമുക്ക് കൊട്ടേഷൻ റിമൂവ് ചെയ്യണം, ദാറ്റ് ആഡ് ചെയ്യണം. ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ദാറ്റ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ വി ആർ ബാക്ക് ഷിഫ്റ്റിംഗ് ദ ടെൻസ്. ദെൻ വി ആർ ചേഞ്ചിങ് ദ പ്രൊനൗൺ. സോ രാഹുൽ സെഡ് ഹി വുഡ് ഹെൽപ്പ് മീ. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വേർഡ് ഓഫ് പ്ലേസ് ആൻഡ് ടൈം ചേഞ്ച് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് നൗ എന്നത് ദെൻ ആവും. ടുഡേ എന്നത് ദാറ്റ് ഡേ ആവും. ടുമോറോ എന്നത് ദ നെക്സ്റ്റ് ഡേ ഓർ ദ ഫോളോയിങ് ഡേ ആവും. യെസ്റ്റർഡേ വിൽ ചേഞ്ച് ടു ദ പ്രീവിയസ് ഡേ ഓർ ദ ഡേ ബിഫോർ. ഹിയർ വിൽ ചേഞ്ച് ടു ദാറ്റ്. This will change to that. These will change to those. These are the changes you have to apply when you change a direct speech to indirect speech. Example, she said, I will meet you tomorrow here. She said she would meet me the next day there. ഈ ചേഞ്ചസ് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയായിരുന്നു? Quotation mark is the first step, removing quotation mark. Second is adding that to connect the reporting verb and the reporting part. പിന്നെ നമ്മൾ കണ്ടത് back shift rule of tense. പിന്നെ നമ്മൾ കണ്ടത് pronoun changes. Then the last step is change in the time and place word. ഈസി ആയിട്ട് കുറച്ച് ഫോർമുല കൂടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത്. സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് സെഡ് ഓർ ദാറ്റ് പ്ലസ് ക്ലോസ്, റിപ്പോർട്ടിംഗ് ക്ലോസ് ആണ് ഈസി ഫോർമുല ഫോർ changing a statement from direct to indirect. She said, I like tea. She said that she liked tea. Yes or no question ആണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ആസ്ക്ഡ് പ്ലസ് ഇഫ് വെദർ ഓർ പ്ലസ് ക്ലോസ്. സോ സെഡ് എന്ന് മാറിയിട്ട് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. സോ സെഡ് എന്ന് മാറിയിട്ട് ആസ്ക്ഡ് ആവും. ഷീ സബ്ജക്റ്റ് പ്ലസ് ആസ്ക്ഡ് പ്ലസ് ഇഫ് വെദർ ക്ലോസ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഹി ആസ്ക്ഡ് ഡു യു പ്ലേ ക്രിക്കറ്റ്. ഹി ആസ്ക്ഡ് ദാറ്റിന് പകരം ഇഫ് എന്നോ വെദർ എന്നോ ചേർക്കുക. ബാക്കി ചേഞ്ചസ്, റൂൾസ് ഓഫ് ചേഞ്ചസ് ആർ ദ സെയിം. ഐ പ്ലേഡ് ക്രിക്കറ്റ്. സോ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുന്ന സമയത്ത് ഷീ സബ്ജക്റ്റ് പ്ലസ് ആസ്ക്ഡ് പ്ലസ് ദാറ്റിന് പകരം അല്ലെങ്കിൽ ഇഫ് വെദർ എന്ന് ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ WH ക്വസ്റ്റ്യൻസ്, വൈ, വേർ, വാട്ട്, വെൻ എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം? സബ്ജക്റ്റ് പ്ലസ് ആസ്ക്ഡ് സിൻസ് ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ, WH വേർഡ് ആൻഡ് ക്ലോസ്. എക്സാമ്പിൾ, ഷീ ആസ്ക്ഡ് വെർ ആർ യു ഗോയിങ്. ഷീ ആസ്ക്ഡ് വെർ ഐ വാസ് ഗോയിങ്. You have to keep the WH question word as it is. Then we are looking into the command request changes when you report a command or a request. Subject plus told or asked plus object plus to plus verb. To എന്ന് add ചെയ്യണം. Example, he said open the book. He told me to open the book. നെഗറ്റീവ് എന്തായി മാറും? പ്ലസ് നോട്ട് എന്ന് ആഡ് ചെയ്യണം. നമ്മൾ ഡോണ്ട് എന്നത് ഡു നോട്ട് എന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഹി സെഡ് ഡോണ്ട് റൺ. ഹി ടോൾഡ് മീ നോട്ട് ടു റൺ.
If the reporting verb is in present or future, tense does not change. എങ്ങനെയാണ്? She says, I am happy. She says that she is happy. He will say, I need help. He will say that he needs help. വേഗത്തിൽ മനസ്സിലാക്കാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ക്വിക്ക് ഫോർമുല ടിപ്സ്. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് സെഡ് പ്ലസ് ഓർ ടോൾഡ് പ്ലസ് ദാറ്റ് പ്ലസ് സബ്ജക്റ്റ് ആൻഡ് വേർബ്. കമന്റ് റിക്വസ്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ടോൾഡ് ഓർ ആസ്ക്ഡ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു പ്ലസ് വേർബ്. ചേഞ്ച് നോട്ട് ചെയ്യണം. yes or no ക്വസ്റ്റ്യൻ ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. WH questions ആണെങ്കിൽ subject plus asked plus WH word plus subject plus verb. Now let's change these sentences. Okay? ഈ ഡയറക്റ്റ് സ്പീച്ചുകൾ നമുക്ക് ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയാലോ? He said, I am learning English. He said that. I എന്നത് മാറും, he ആവും. He said that. I എന്നത് മാറിയിട്ട് he ആവും, am എന്നത് was ആവും. learning English. He asked, did you see the movie yesterday? He asked whether I saw the movie the last day or previous day. He said to his friend, please help me. He said to his friend or he requested to his friend to help him. അങ്ങനെയെങ്കിൽ 4, 5, 6 നിങ്ങൾ മാറ്റുക. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു.